ഹായ്, എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് 9 ഫിസിക്സിലെ വർക്ക് എനർജി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 3 ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. സമയം കളയേണ്ട, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. 2 balls A and B have the masses 5 kg and 10 kg respectively. Ball A moves with a velocity of 15 meter per second and ball B moves with a velocity 10 meter per second. Which ball has more kinetic energy? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഒരു ക്വസ്റ്റ്യൻ കൈനറ്റിക് എനർജിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്? കൈനറ്റിക് എനർജി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കൈനറ്റിക് എനർജിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധം നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് മക്കളെ എന്ത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. E ഈക്വൽ ടു ഹാഫ് mv² എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ? കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv². ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. നാളത്തെ എക്സാമിൽ കൈനറ്റിക് എനർജിയോ പൊട്ടൻഷ്യൽ എനർജിയോ കാണാനായിട്ടുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ 2 ബോളുകളാണ്, 2 balls ആണ്. ഏതൊക്കെ? എ എന്ന് പറഞ്ഞ ബോളും ബി എന്ന് പറഞ്ഞ ബോളും. അവയുടെ മാസ് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ അവയുടെ വെലോസിറ്റി നൽകിയിട്ടുണ്ട് അല്ലേ? വെലോസിറ്റി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ചിത്രം വരച്ചു കൊടുക്കുകയാണ്. എന്താണ് ചിത്രം നമുക്ക് വരയ്ക്കാൻ പറ്റുക? ഞാൻ 2 ബോളുകൾ, എ എന്ന് പറഞ്ഞ ബോളും അതുപോലെ ബി എന്ന് പറഞ്ഞ ബോളും വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. എ എന്ന് പറഞ്ഞ ബോളും ബി എന്ന് പറഞ്ഞ ബോളും. അപ്പോൾ അതിൻ്റെ മാസ് നൽകിയിട്ടുണ്ട് അല്ലേ? എൻ്റെയും ബിൻ്റെയും മാസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോഗ്രാം ആണ്. രണ്ടാമത്തെ ബോളിൻ്റെ മാസ് 10 കിലോഗ്രാം ആണ്. ഓക്കെ, രണ്ടിൻ്റെയും കൈനറ്റിക് എനർജിയാണ് നമുക്ക് കാണേണ്ടത് അല്ലേ? വെലോസിറ്റി, ആദ്യത്തെ ബോളിൻ്റെ വെലോസിറ്റി ഇവിടെ നൽകിയിട്ടുണ്ട് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തെ ബോളിൻ്റെ വെലോസിറ്റി ആകട്ടെ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കേസ് എടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് കേസ്, അതായത് എ എന്ന ബോളിൻ്റെ കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് എ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതി കൊടുക്കണം. ഓക്കെ, ഹാഫ് mv². ഹാഫ് mv². എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ മാസാണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ ഓരോ വാല്യൂസും. എമ്മും വിയും നമുക്കറിയാം. അപ്പോൾ ആ ഒരു വാല്യൂസ് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു എമ്മിന് പകരം 5 ഇൻറ്റു v² പകരം 15ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? 15ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കറിയാം ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 225 എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? 225. ഇനി ഇവിടെ നിന്ന് 225ഉം 2ഉം തമ്മിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 112.5 എന്ന് കിട്ടും. ഈ 112.5 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ 562.5 ആണ് കേട്ടോ. 562.5. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചെയ്ത് നോക്കണം. കൈനറ്റിക് എനർജി ആയതുകൊണ്ട് കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് ജൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് കിട്ടി എ എന്ന് പറയുന്ന ബോളിൻ്റെ കൈനറ്റിക് എനർജി 562.5 ജൂൾ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇതുപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ബി എന്ന ബോളിൻ്റെയും കണ്ടുപിടിക്കണം. ബി എന്ന് പറഞ്ഞ ബോളിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ താഴെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കൈനറ്റിക് എനർജി ഓഫ് ബിയുടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് mv² ആണ് ഇക്വേഷൻ. ഹാഫ് mv² എന്ന ഇക്വേഷൻ എഴുതി. എമ്മിന് പകരം എന്ത് ചെയ്യുന്നു? ഹാഫ് ഇൻറ്റു എമ്മിന് പകരം എത്രയാണടാ? എമ്മിന് പകരം എത്രയാണ്? യെസ്, 10 കിലോഗ്രാം. വിന് പകരം 10 തന്നെയാണ് അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 10² എന്ന് കൊടുത്തു. ശരിയല്ലേ? അപ്പോൾ 10ഉം 2ഉം തമ്മിൽ കട്ട് ചെയ്ത് പോയി 5 എന്ന് വന്നു. ഇനി 10ൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ചെയ്യണേ. 5 ഇൻറ്റു 100 എന്ന് വന്നു. ശരിയല്ലേ? 5 ഇൻറ്റു 100 500 ജൂൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഫൈനലായിട്ട് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ എ എന്ന് പറഞ്ഞ ബോളിൻ്റെ കൈനറ്റിക് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ബോളിൻ്റെ കൈനറ്റിക് എനർജി 562.5 ആണ്. ഇനി ബി എന്ന് പറഞ്ഞ ബോളിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണടാ? 500 ജൂളാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ബോൾ ഹാസ് മോർ കൈനറ്റിക് എനർജി? ഏത് ബോളിനാണ് കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മക്കളെ ഇവിടെ നോക്കിയിട്ട് പറയൂ, ഏത് ബോളിനാണ് കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ളത്? യെസ്, ഉറപ്പായിട്ടും എ എന്ന ബോളിനാണ് അല്ലേ? എ എന്ന ബോളിന് എത്രയുണ്ട്? 562.5 ജൂൾ ഉണ്ട് അല്ലേ?
അതായത് 62.5 ജൂൾ കൂടുതലാണ് എ എന്ന ബോളിന്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഇനി പരീക്ഷയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv² എന്ന ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള മറ്റ് ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാം കേട്ടോ. ഇതേ ടൈപ്പ് ചോദ്യം തന്നെ ആവണമെന്നില്ല, പക്ഷേ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കൂ. യെസ്, എൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 10 കിലോഗ്രാം ഈസ് റൈസ്ഡ് ടു എ ഹൈറ്റ് ഓഫ് 6 മീറ്റർ. അതായത് 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഒരു 6 മീറ്റർ ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി പൊസസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്. ആ വസ്തുവിനുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് കാണേണ്ടത്. സിമ്പിൾ അല്ലേ? പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ വളരെ എളുപ്പമാണ്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ? യെസ്, EP ഈക്വൽ ടു mgh എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? EP ഈക്വൽ ടു mgh എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, EP ഈക്വൽ ടു mgh ആണല്ലോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു m ഇൻറ്റു g ഇൻറ്റു h. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കറിയാം മാസ് m എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ്, g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.8 ആണ്, അതുപോലെ h ഹൈറ്റ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. അപ്പോൾ തന്നിട്ടുള്ള ഡാറ്റാസ് എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ പേപ്പറിലേക്ക് എടുത്ത് എഴുതണം കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം, എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഫുൾ മാർക്ക് ആ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാസ് എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ്, g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അതുപോലെ h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മീറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടൻഷ്യൽ എനർജി കാണാം. അപ്പോൾ എല്ലാ വാല്യൂസ് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഇക്വേഷനിലേക്ക് കൊടുക്കണം. അപ്പോൾ EP ഈക്വൽ ടു mgh ആണ് ഇക്വേഷൻ അല്ലെ, m ഇൻറ്റു g ഇൻറ്റു h. എമ്മിന് പകരം എന്തിട്ട് കൊടുക്കണം? 10 ഇട്ട് കൊടുക്കണം. ജിന് പകരം എന്ത് കൊടുക്കണം? 9.8 കൊടുക്കണം. എച്ചിന് പകരം എന്ത് കൊടുക്കണം? 6 കൊടുക്കണം. അപ്പോൾ 60 അല്ലേ, 10 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും, 10 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 60 കിട്ടും. അപ്പോൾ 60 ഇൻറ്റു 9.8, 60 ഇൻറ്റു 9.8. അപ്പോൾ 9.8 വെച്ചിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 98 വെച്ചിട്ട് എന്ത് ചെയ്യണം, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, എന്നിട്ട് പോയിന്റ് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ 6 8 48, ബാക്കി 4 വന്നു. 9 ഇൻറ്റു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണടാ? യെസ്, 54 ആണ്. 54ൻ്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 58 കിട്ടും അല്ലേ? അപ്പം മക്കളെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോണം. ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ പഠിക്കണം, അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയിലെ ഓരോ ടേം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഏതെങ്കിലും ഒരു പ്രോബ്ലം എന്ത് ചെയ്യും, നാളെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. സോ നാളത്തെ എക്സാമിന് അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോവുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2017 സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ ദ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ഈസ് കോൾഡ് കൈനറ്റിക് എനർജി എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവർ നൽകിയിട്ടുണ്ട്. ദിസ് ഈസ് കൈനറ്റിക് എനർജിയുടെ സ്റ്റേറ്റ്മെന്റ്. അവർ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് 2 ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് ക്ലിയർ ആണോ എന്ന് അറിയില്ല, ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഡിപ്പെൻഡ്സ്. അതായത് ഒരു വസ്തുവിന്റെ കൈനറ്റിക് എനർജിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നമ്മുടെ ഇക്വേഷനിൽ ഏതൊക്കെ ടേമുകൾ ഉണ്ടടാ? യെസ്, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഹാഫ് mv² ആണ് അല്ലേ? ഇവിടെ എത്ര ടേമുകൾ നിങ്ങൾ കാണുന്നുണ്ട്? m എന്നൊരു ടേമും v എന്നൊരു ടേമും, ശരിയല്ലേ? യെസ്, അപ്പോൾ കൈനറ്റിക് എനർജിയെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് ഇതൊക്കെ. ഒന്ന് അതിൻ്റെ മാസാണ്, 2 അതിൻ്റെ വെലോസിറ്റി ആണ് കേട്ടോ. അപ്പോൾ മാസും വെലോസിറ്റിയും ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 2 ഘടകങ്ങളാണ് ഈ പറഞ്ഞ കൈനറ്റിക് എനർജിയെ സ്വാധീനിക്കുന്നത്. 2 ഫാക്ടറുകളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെ? മാസും വെലോസിറ്റിയും. ഏതൊക്കെയാണടാ? മാസും വെലോസിറ്റിയും. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. ഈ വർഷം റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A body of mass 40 kg is riding a bicycle with a speed 2 meter per second. The bicycle has a mass of 15 kg. Calculate the total kinetic energy. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കുട്ടി സൈക്കിളുമ്മൽ പോവുകയാണ് അല്ലേ? ഒരു കുട്ടി എന്ത് ചെയ്യാണ്? സൈക്കിളുമ്മൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്കും മാസ് ഉണ്ട്, അതുപോലെ തന്നെ സൈക്കിളിനും മാസ് ഉണ്ട് അല്ലേ? വ്യക്തിയുടെ മാസം ഉണ്ട്, സൈക്കിളിൻ്റെ മാസം ഉണ്ട്. അപ്പോൾ വ്യക്തിയുടെ മാസ് ഇവിടെ 40 കിലോഗ്രാം എന്നാണ് നൽകിയിരിക്കുന്നത്, അതുപോലെ സൈക്കിളിൻ്റെ മാസ് 15 കിലോഗ്രാം എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ മക്കളെ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ മാസ് എടുക്കണം അല്ലേ? വെരി ഗുഡ്, ടോട്ടൽ മാസ് എടുക്കണം. അപ്പോൾ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടോട്ടൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ
മാസ് പ്ലസ് സൈക്കിളിൻ്റെ മാസ്. സൈക്കിളിൻ്റെ മാസ് 15 അല്ലേ? അപ്പോൾ രണ്ടും തമ്മിൽ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടൂടാ? 55 കിലോഗ്രാം എന്ന് കിട്ടുക. അപ്പോൾ ടോട്ടൽ മാസ് നമുക്ക് കിട്ടി 55 കിലോഗ്രാം എന്ന് കിട്ടി. ഇനി ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? വെലോസിറ്റി ഉണ്ടല്ലോ. വെലോസിറ്റി എത്ര നൽകിയിരിക്കുന്നത്? വെലോസിറ്റി ഇവിടെ ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സൈഡിൽ ഞാൻ ചെയ്യാണ് കേട്ടോ. സൈഡിൽ കൈനറ്റിക് എനർജി കാണാനായിട്ട് കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ mv² എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ½ mv². നിങ്ങൾ നല്ല വൃത്തിയിൽ എഴുതണേ. ഹാഫ് ഇൻറ്റു എമ്മിന് പകരം എന്ത് കൊടുക്കണം ഇനി? യെസ്, 55 ഇൻറ്റു v² പകരം 2² എന്ന് കൊടുക്കണം. ഇവിടെ നിന്ന് ½ ഇൻറ്റു 55 ഇൻറ്റു 2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ് അല്ലേ? ഈ പറഞ്ഞ 4ഉം 2ഉം തമ്മിൽ എന്ത് ചെയ്ത് പോയി? കട്ട് ചെയ്ത് പോയി. അപ്പോൾ 4ഉം 2ഉം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ 2 വരും. 2 ഇൻറ്റു 55 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ ചെയ്ത് നോക്കാം അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. 55 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ 110 വരും അല്ലേ? 110. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂ. 110 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കൈനറ്റിക് എനർജി കിട്ടും. അപ്പോൾ ഈ രണ്ട് ഉത്തരങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൈനറ്റിക് എനർജി എത്ര കിട്ടി? 110 ജൂൾ എന്ന് കിട്ടി. അതുപോലെ കൈനറ്റിക് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടറുകളാണ്. ഒന്ന് അതിൻ്റെ മാസ്, 2 അതിൻ്റെ വെലോസിറ്റി. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നാളെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കും? ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിരിക്കും കേട്ടോ. ഒന്നില്ലെങ്കിൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ 2 ഇക്വേഷനുകൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് മുമ്പ് പഠിച്ചിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാം കേട്ടോ. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ക്ലാസ് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.